വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ കുപ്രചരണങ്ങൾക്ക് തടയിടാൻ ബി.ജെ.പി. രാജ്യവ്യാപക പ്രചരണത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. ഏപ്രിൽ 20 മുതൽ അടുത്ത മാസം 5 വരെയാകും പ്രചാരണം. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതമിലേക്ക് എത്താം. വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ കുപ്രചരണങ്ങൾക്ക് തടയിടാനുള്ള ബി.ജെ.പി. ശ്രമത്തിന്റെ ഭാഗമായി രാജ്യവ്യാപക പ്രചരണത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. ഗൗതമിലേക്ക്. ഗൗതം, നമുക്കറിയാം വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രതിപക്ഷം അനാവശ്യമായ ആശങ്ക പൊതുജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ബി.ജെ.പി. രാജ്യവ്യാപക പ്രചാരണത്തിന് ഒരുങ്ങുകയാണ്. ഏത് രീതിയിലുള്ള ഒരു ബോധവൽക്കരണമാണ് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്? രോഹിണി, ബി.ജെ.പി. ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഈ വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് CAA പോലെ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷവും തീവ്ര മുസ്ലിം സംഘടനകളും ശ്രമിക്കുന്നുവെന്നുള്ളതാണ്. ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു. അമിത്ഷായും പറഞ്ഞു. അതായത് ഇരുവരും അന്ന് പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചതാണ്, CAA കാലത്ത് ഈ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് തീവ്ര മുസ്ലിം സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പോലെയുള്ള, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ്, ഇവരെല്ലാം അന്ന് നടത്തിയ പ്രചരണം ഈ CAA നടപ്പാക്കി കഴിഞ്ഞാൽ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ളതായിരുന്നു. എന്നാൽ ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത് CAA നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു മുസ്ലിമിന് പോലും നമ്മുടെ രാജ്യത്ത് പൗരത്വം നഷ്ടപ്പെടുകയോ ഈ നാട് വിട്ട് പുറത്തേക്ക് പോവുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അന്ന് നടത്തിയ കള്ളപ്രചരണം, ആ കള്ളപ്രചരണത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കലാപങ്ങൾ പോലും ഉണ്ടായി. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും 3 ദിവസം കലാപം രൂപപ്പെടുന്ന സാഹചര്യം ഇത്തരം തെറ്റായ പ്രചരണം മൂലം ഉണ്ടായിരുന്നു. അതിനാൽ വഖഫ് ഭേദഗതി നിയമത്തെ പറ്റിയും സമാനമായ രീതിയിലുള്ള കള്ളപ്രചരണമാണ് ഇക്കൂട്ടർ നടത്തുന്നത് എന്നതാണ് ബി.ജെ.പിയുടെ വാദം. ഇത് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിലും ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. ഇത് കൂടാതെയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായ പ്രചരണ പരിപാടിക്ക് ബി.ജെ.പി. രൂപം നൽകുന്നത്. ഈ മാസം 20-ാം തീയതി, ഏപ്രിൽ മാസം 20 മുതൽ അടുത്ത മാസം 5-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 15 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സമ്പർക്ക യജ്ഞം രാജ്യവ്യാപകമായി വഖഫ് ഭേദഗതി നിയമത്തെപ്പറ്റി നടത്തുവാൻ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നു. ബ്ലോക്ക് തലത്തിലും അതോടൊപ്പം തന്നെ ബൂത്ത് അടിസ്ഥാനത്തിലും വീടുകൾ കയറിയുള്ള പ്രചരണവും മറ്റ് ചെറു സമ്മേളനങ്ങളും നടത്തും. ഇതുകൂടാതെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രചരണ പരിപാടികളും നടത്തുവാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും, അല്ലെങ്കിൽ നേരത്തെ CAA കാലത്ത് നടന്നതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ രാജ്യത്ത് നടക്കുന്നുണ്ട്. മാത്രമല്ല ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതൊന്നും വിജയിക്കുന്നില്ല. കാരണം CAA കാലത്ത് ഈ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിലൊക്കെ പിള്ളേരെ ഇളക്കിവിട്ടാണ് പിന്നീട് ഡൽഹി കലാപത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ആ രീതിയിൽ ചെറിയ തോതിലെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ചില ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നു എന്നതിനെപ്പറ്റി ബി.ജെ.പി. വളരെ ഗൗരവമായി തന്നെ നോക്കിക്കാണുന്നുണ്ട്. അതോടൊപ്പം പശ്ചിമ ബംഗാൾ പോലെ ബി.ജെ.പി. ഇതര സംസ്ഥാന സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ ഇത് സംഘർഷമാകുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ മാൽഡ, നോർത്ത് 24 പർഗാന, അതോടൊപ്പം തന്നെ മുർഷിദാബാദ് തുടങ്ങിയ ജില്ലകളിലൊക്കെ സംഘർഷങ്ങൾ രൂപപ്പെട്ടു. ബി.ജെ.പി. അധികാരത്തിൽ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങളില്ല. പക്ഷേ ബി.ജെ.പി. ബി.ജെ.പിക്ക് ഭരണമില്ലാത്ത ഏതാണ്ട് 9ഓളം സംസ്ഥാനങ്ങളിൽ ഈ രീതിയിലുള്ള അക്രമ പരമ്പരകൾ നടത്താനുള്ള ശ്രമം ഇന്നലെ തന്നെ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു വലിയ പ്രകടനമൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളെയൊക്കെ നോക്കി കണ്ടുകൊണ്ട് ഇതിനെ കൃത്യമായി ആശയപരമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പി. വലിയൊരു സമ്പർക്കത്തിന് ഈ മാസം 20-ന് തുടക്കമിടുന്നത്. രോഹിണി. ശരി ഗൗതം. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ കുപ്രചരണങ്ങൾക്ക് തടയിടാൻ ബി.ജെ.പി. രാജ്യവ്യാപക പ്രചാരണത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. ഏപ്രിൽ 20 മുതൽ അടുത്ത മാസം 5 വരെയാകും പ്രചാരണം. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.